ആ ഓട്ടോ ഒരു കാരണവശാലും കുട്ടേട്ടന്റെ കണ്ണീന്ന് മറയാൻ ഇടവരരുത്. അതവരാണെങ്കിൽ നമുക്കവരെ എന്തായാലും ഇന്ന് തന്നെ ചോദ്യം ചെയ്യാം. ഓക്കെ ഞാൻ കൺഫേം ചെയ്തിട്ട് വിളിക്കാം മോളെ. ഞാൻ എന്തായാലും അക്ഷരയോടൊന്ന് പറഞ്ഞു വെച്ചേക്കാം. ശരി. ഓക്കെ. ഞാൻ തൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിച്ചപ്പോൾ താൻ പറയുന്നതിൻ്റെ അർത്ഥം എനിക്ക് മനസ്സിലായി. കല്യാണം കഴിഞ്ഞ് നമുക്ക് മാത്രമേ ഒരു സമയം ഇതിനും കിട്ടിയിട്ടില്ല. അക്ഷയുടെ ഇഷ്ടത്തിന് ഒരു സ്ഥലത്ത് പോവാനോ എൻജോയ് ചെയ്യാനോ ഒന്നും പറ്റിയിട്ടില്ല. ഈ കുഞ്ഞ് ലൈഫിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാത്രമായിട്ടൊരു സ്പേസ് നഷ്ടപ്പെടും. അതുകൊണ്ട് താൻ ആഗ്രഹിക്കുമ്പോൾ മാത്രമേ ഇനിയൊരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കൂ. ഈ കുഞ്ഞ് നമുക്ക് വേണ്ടടോ. പൃഥ്വി, എനിക്ക് കുഞ്ഞിന് വേണം. പൃഥ്വി പറഞ്ഞതായിരുന്നു ശരി. കുഞ്ഞുങ്ങള് ഈശ്വരന്റെ അനുഗ്രഹം. നമ്മൾ അതിനെ നിഷേധിക്കാൻ പാടില്ല. അത് അശി വേണ്ട. എനിക്ക് വേണ്ടി വിഷമത്തോടെയല്ലേ പൃഥ്വി ഈ കുഞ്ഞിനെ വേണ്ടാന്ന് വെക്കുന്നത്. പൃഥ്വി വിഷമിക്കാൻ ഞാനൊരു കാരണമാവില്ല. സത്യം പറയാലോ, ഞാൻ പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞപ്പോ മുതല് ഒരു രാജകുമാരി നോക്കുന്ന പോലെയാ ഇവിടെ എല്ലാവരും എന്നെ നോക്കുന്നേ. സത്യം പറഞ്ഞ ഞാൻ സ്വപ്നം കണ്ട ജീവിതം ഇതാ. ഇവരൊക്കെ ഇങ്ങനെ പെരുമാറുമെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ കുറച്ചുകൂടെ മുന്നേ ഞാൻ പ്രഗ്നന്റ് ആവാൻ റെഡി ആവുമായിരുന്നു. അപ്പോ നിന്റെ ആഗ്രഹങ്ങളോ? ആഗ്രഹങ്ങള് കുഞ്ഞു വന്നാലും നടക്കുമല്ലോ. പിന്നെ അത്തരം ചെറിയ ചെറിയ ആഗ്രഹങ്ങളെക്കാൾ വലുത് ഇന്ദ്രപ്രസ്ഥത്തിലെ അനന്തരാവകാശിയുടെ അമ്മയാവുക എന്നുള്ളതാ. എനിക്ക് കുഞ്ഞിനെ വേണം പൃഥ്വി. നമ്മുടെ കുഞ്ഞിന്റെ ഭാഗ്യവാ. താനീ പറയുന്നത് ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനമാണോ? അതിനെന്താ ഇപ്പൊ ഇത്ര സംശയം? സന്തോഷം കാരണം പൃഥ്വിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല അല്ലേ? അതെ. എങ്കിലേ വിശ്വസിച്ചോ, ഞാൻ ശരിക്കും ആലോചിച്ചെടുത്ത തീരുമാനം തന്നെയാ ഇത്. ഞാനിന്ന് വാഷ്റൂമിൽ പോയിട്ട് വരാം. ചേട്ടാ ഒന്ന് വേഗം പോ. എന്റെ പൊന്നു ചേട്ടാ, ഇത് ഓട്ടോയാണ്, ഫ്ലൈറ്റ് അല്ല കേട്ടോ. വർത്താനം നിർത്തിയിട്ട് ജോലി ചെയ്യേട്ടാ. ആ ഓട്ടോ മിസ്സാവരുത്. പെട്ടെന്ന്. ഓ ഹലോ കുട്ടേട്ടാ, പറഞ്ഞോളൂ. ഞാനേ നമ്മുടെ വീട്ടിൽ പോകാൻ വേണ്ടിയേ ഓട്ടോ പിടിക്കാൻ സ്റ്റാൻഡിൽ വന്നപ്പോ രണ്ടുപേരെ കണ്ടു. എനിക്ക് മുന്നിൽ കിടന്ന ഓട്ടോയില് അവര് രണ്ടുപേരും കയറി പോവുകയും ചെയ്തു. അവരെ കണ്ടപ്പോഴേ എനിക്കെന്തോ സംശയം തോന്നി. സംശയോ? എന്ത് സംശയം? അവന്മാര് പഴയ ഒരു വിഗ്രഹ കടത്ത് കേസിലെ പ്രതികളെന്നാണ് തോന്നുന്നത്. അവന്മാർ ഈ നാട്ടിലുള്ളവന്മാരല്ല. ഞാൻ ചാലക്കുടി സ്റ്റേഷനിൽ ജോലി ചെയ്യുന്ന സമയത്താണ് അന്നത്തെ സ്പെഷ്യൽ ഫോഴ്സിലെ പോലീസുകാരന്മാർ യവന്മാരെ പിടിച്ചോണ്ട് പോകുന്നത് കണ്ടത്. അത് കഴിഞ്ഞ് അവന്മാർ ജയിലിലായിരുന്നു. അത് അവന്മാരാണെന്ന് ഉറപ്പാണോ? എനിക്ക് അത്ര ഉറപ്പൊന്നുമില്ല. എനിക്ക് സംശയം തോന്നിയോണ്ടേ ഞാൻ മറ്റൊരു ഓട്ടോ കയറി അവരെ ഫോളോ ചെയ്തോണ്ടിരിക്കുകയാണ്. ദുർഗേ, ഞാൻ അക്ഷരെ വിളിച്ച് അങ്ങോട്ട് വരാൻ പറയട്ടെ? ഇപ്പൊ വേണ്ട. അവന്മാരാണോന്ന് ഞാനൊന്ന് കൺഫേം ചെയ്യട്ടെ. അത് കഴിഞ്ഞിട്ട് വിളിച്ചാൽ മതി. ആ ഓട്ടോ ഒരു കാരണവശാലും കുട്ടേട്ടന്റെ കണ്ണീന്ന് മറയാൻ ഇടവരരുത്. അതവരാണെങ്കിൽ നമുക്കവരെ എന്തായാലും ഇന്ന് തന്നെ ചോദ്യം ചെയ്യാം. ഓക്കെ ഞാൻ കൺഫേം ചെയ്തിട്ട് വിളിക്കാം മോളെ. ഞാൻ എന്തായാലും അക്ഷരയോടൊന്ന് പറഞ്ഞു വെച്ചേക്കാം. ശരി. ഓക്കെ. അണ്ണാ അതിന്റെ പുറകെ പോ.
വിട്ടോ വിട്ടോ വിട്ടോ. കുറച്ചു നേരമായിട്ട് ഒരു ഓട്ടോ നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട്. എവിടെ? ശരിയാണല്ലോ ചേട്ടാ. കുറച്ച് പെട്ടെന്ന് പോവോ ചേട്ടാ? അവിടുന്ന് ആ ലെഫ്റ്റ്. ഇടത്തോട്ട് 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 തിരി, ഇടത്തോട്ട് പോ. ചേട്ടാ കുറച്ച് ധൃതിയുണ്ട്, പെട്ടെന്ന് പോ. നീ അവരുടെ പിറകെ തന്നെ വിട്ടോ. അവരെങ്ങോട്ട് തിരിഞ്ഞാലും നമ്മൾ ഒപ്പം ഉണ്ടാവണം. വിട്ടോ വിട്ടോ വിട്ടോ. വിടല്ലേ വിടല്ലേ. സാർ ഇവിടുന്ന് ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ പോകേണ്ടത്? ഞാനേ അക്ഷര എന്ന് വിളിക്കട്ടെ. സാറേ ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ? അവിടെ നിർത്ത്, അവിടെ നിർത്ത്. പെട്ടെന്ന് 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 പെട്ടെന്ന്. ബാക്കിൽ ബാക്കിൽ ബാക്കിൽ. ഇവന്മാരിവിടെ പോയി. ചവിട്ടിക്കോ ചവിട്ടിക്കോ. ചേട്ടാ ഇതെന്താ? എന്തു പറ്റി? അത് എന്റെ വണ്ടി രണ്ടാമത് കയറി സാറേ. കുറെ പ്രാവശ്യം ഇടത്തോട്ട് തിരിച്ചോ വലത്തോട്ട് തിരിച്ചോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് മിണ്ടാകുന്നു. ഇവിടെ ഈ ടീറോടത്തിപ്പോ ഞാൻ ചോദിച്ചു, അന്നേരം രണ്ടുപേരുടെ അനക്കമില്ല. അത് കഴിഞ്ഞ് ഞാൻ തിരിഞ്ഞു നോക്കിയപ്പം രണ്ടെണ്ണത്തിനെ കാണുന്നില്ല. അവന്മാരപ്പ ഇടയ്ക്ക് എവിടെയോ ചാടി. ആരാ സാറേ അവന്മാര്? കള്ളന്മാരാ. എന്നെ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ട് ഓടിയതാ. അപ്പോ സാറ് പോലീസിലാണോ? ആ. ആ ഇനി അവന്മാരെ എവിടെയെങ്കിലും വെച്ച് കണ്ട എന്നെ വരും അറിയിക്കണം. ശരി സാറേ. നിന്റെ ഫോൺ നമ്പർ ഏതാ? 9895. സാറേ ഞാൻ ഇനി എന്ത് ചെയ്യണം? പെട്ടെന്ന് വീട്ടിൽ പോയി ചേര് പോ. ഓ ശരി സാറേ. ഇവിടുത്തെ ഏരിയ ശരിയല്ല. പോ പോ പോ. ശരി. പോവാ. ഇനി എങ്ങോട്ട് പോകണം? ഇങ്ങോട്ട് 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 പോ. ഏതെങ്കിലും രീതിയിൽ ഓരോരുത്തരെയായിട്ട് ഒഴിവാക്കാൻ ശ്രമിക്കുമ്പോൾ പുതിയ പുതിയ തടസ്സങ്ങൾ വളർന്നു വരികയാണല്ലോ നീരജെ. പൃഥ്വിയുടെ കല്യാണം കഴിഞ്ഞപ്പോഴേ ഞാനിത് പറഞ്ഞതാ, പക്ഷെ നിങ്ങളത് കാര്യമാക്കിയില്ല. എടി ഞാനിത് കാര്യമാക്കിയിട്ട് എന്തോ കാര്യം? ഇവർ ഇത്ര പെട്ടെന്ന് ഒരു കുഞ്ഞിനെ കുറിച്ച് ചിന്തിക്കുമെന്ന് ഞാൻ കരുതിയോ? അത് കൊള്ളാലോ. കല്യാണം കഴിഞ്ഞ കുഞ്ഞുങ്ങളുണ്ടാവുന്നത് പുതുമയുള്ള കാര്യമൊന്നുമല്ല. ഇന്ദ്രപ്രസ്ഥത്തിന്റെ അടുത്ത അവകാശിയാ കുഞ്ഞ്. പക്ഷേ ആ കുഞ്ഞ് ഈ ഭൂമി ജനിക്കാൻ പാടില്ല.